വെൽക്കം ടു കിലാസ് പാരഡൈസ്. കുറേ നാൾക്ക് ശേഷം ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്ന് വേറൊന്നുമില്ല, ഓൾറെഡി കാണിച്ച തന്നെയാണ്. അതിൻ്റെ ഇടയിൽ ഇപ്പം ഇവിടെ ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് പോവാം. ആദ്യം ഞാൻ കാണിക്കുന്നത് ഇവിടെ ഉള്ള ചക്കയാണ്. ഈ ചക്ക എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് ഒരു 5 കൊല്ലമായിട്ടുണ്ടാവും ഈ ഒരു ചക്കമരം വെച്ചിട്ട്. ആ 5 കൊല്ലത്തിൽ തന്നെ ഇത്രയും വന്ന് വേറൊരു ചക്കമരം അപ്പുറത്തുണ്ട്, അതിലും ചക്കയുണ്ട്. പിന്നെ ഇവിടെ മേളിലൊക്കെ മൊത്തം ചക്ക കാച്ചു നിൽക്കണേന്ന്. അപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇവളിതെന്താണ് ഈ കാണിക്കുന്നത്, ഇങ്ങനെ സാരി എടുത്തോണ്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് എൻ്റെ മോൻ്റെ ചോറോണായിരുന്നു, അപ്പം അത് കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. ശരി, അപ്പോൾ അങ്ങനെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുവാണ്. ഇനി ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള അച്ചിങ്ങയാണ്. ഇവിടെ ഈ പുനലൂരുകാർ ഇതിനെ പയറെന്ന് പറയും. പയറെന്നാണ് പറയുന്നത്, ചുമപ്പ് പയറെന്ന് പറയും. ഇത് നമ്മളവിടെ അച്ചിങ്ങയെന്നാണ് പറയണത്. ഈ അച്ചിങ്ങ എന്ന് പറഞ്ഞാൽ അധികം ദിവസമായിട്ടില്ല വെച്ചിട്ടെ, ഒരു 1.5 മാസമേ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ അച്ചിങ്ങ ആയി. അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ടുള്ള കുറച്ച് ഉണ്ടമുളകാണ്. ഈ ഉണ്ടമുളക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കറിക്കും ഓൾമോസ്റ്റ് യൂസ് ചെയ്യും. ഇതിട്ട് കഴിഞ്ഞാൽ ഭയങ്കര എരിവായിരിക്കും. ഈ തമിഴ്നാട്ടിൽ ഇതിനെന്തോ കൊണ്ടാട്ടം എന്നെന്തോ പറയും. ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ മോരിൽ ഉപ്പിട്ടിട്ട് അങ്ങനെ എന്തോ സംതിങ് ആണ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ വാഴയുണ്ട്. ഈ വാഴ ഒരു 2-3 മാസമായി വെച്ചിട്ട് 4 വാഴ മൊത്തം ചാച്ചൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ 4 വാഴയിൽ 2 എണ്ണം ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇത്രയും ആയപ്പോൾ തന്നെ പന്നി വന്ന് ഇവിടെ നിന്ന് തിന്നിട്ടുണ്ട്. ഇനി 2 എണ്ണേ ഉള്ളൂ. ഈ 2 എണ്ണത്തിലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ. ഇനി അത് പന്നി തരുവോ ഇല്ലെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഇങ്ങോട്ട് ഇതിലെ വരുവാണെന്നാണെങ്കിൽ ഇവിടെ കുറച്ച് കാപ്പിയൊക്കെ ഉണ്ട്. ഇതൊക്കെ പക്ഷെ കാപ്പിക്കുരു ആയി വരുന്നേ ഉള്ളൂ. വെയിലടിക്കണം, വെയിലടിച്ച് നല്ലോണം ആ കുരു നല്ലോണം പഴുത്താലും മാത്രമേ നമുക്ക് അതെടുത്ത് പൊടിച്ച് കാപ്പിയാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ നട്ട് വെക്കുന്നതെന്ന് പറഞ്ഞാൽ കുരുമുളകാണ്. ഓൾറെഡി അവിടെ കുരുമുളകിൻ്റെ 3 മരമുണ്ട്, 3 കൊടിയുണ്ട്. പിന്നെ അതിൽ നമ്മളിപ്പോൾ ഇവിടെയും കൂടെ വെക്കുവാണ്. ചെറിയൊരു ബിസിനസ് പോലെ തുടങ്ങാനായിട്ട് പ്ലാനുണ്ട്. അതുകൊണ്ട് വെച്ച് വരുന്നേ ഉള്ളൂ. ഇതൊരു 1-2 കൊല്ലം എടുക്കും. ഇവിടെ നോക്കുവാണെങ്കിൽ ഇതാണ് കാപ്പീൻ്റെ കുരു എന്ന് പറയുന്നത്. ഇതിനി ആയി വരണം. ഇത് നല്ലോണം പഴുത്ത് കറുപ്പ് കളറാകും. അന്നേരം മാത്രമേ നമുക്ക് പറിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇവിടെ ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞാൽ പേരയ്ക്കയാണ്. പേരയ്ക്കേൻ്റെ 2 മരമുണ്ട്. ഒരെണ്ണം വീടിൻ്റെ അവിടെ തന്നെയുണ്ട്. പിന്നെ ഇങ്ങോട്ട് കയറുവാണെങ്കിൽ മലയുടെ മുകളിലായിട്ടാണ് ഉള്ളത്. ഈ മരത്തിൽ മൊത്തം പേരയ്ക്കയാണ്. ആ ഒരു പേരയ്ക്കൊക്കെ പഴുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തെന്ന് പറയുന്നത് റംബൂട്ടാനാണ്. വീട്ടിലുള്ള റംബൂട്ടാൻ. ചുമപ്പിൻ്റെ മരം എന്ന് പറയുന്നത് 3 ടൈപ്പ് മരമുണ്ട്. പിന്നെ ഒരു മഞ്ഞയിലുണ്ട്. ഞങ്ങൾക്ക് വെയിൽ ഇവിടെ കുറവായതുകൊണ്ട് കായ്ച്ച് വരുന്നേ ഉള്ളൂ. ഇനി ഇത് നല്ലോണം ചുമപ്പാവും. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആകെ ഒരു 3-4 ഞങ്ങളുടെ വീട്ടിലായിരിക്കുന്ന പച്ചക്കറിയും പിന്നെ അതുപോലെ ഫ്രൂട്ട്സുമാണ് കാണിക്കുക. ഓൾറെഡി ഞാൻ ഇതിൻ്റെയൊക്കെ ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു, പൂക്കളും എല്ലാം കൂടെ കൂട്ടി. ഇന്നപ്പം ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.